ഏണസ്റ്റ് അക്കാഡമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇലക്ട്രോണിക്സ് ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടി കേരള PSC നിലവിൽ 3 നോട്ടിഫിക്കേഷനാണ് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. ഒന്ന് ലെക്ചർ ഇൻ ഇലക്ട്രോണിക്സ് ഇൻ ഗവൺമെന്റ് പോളിടെക്നിക് കോളേജസ്, എഞ്ചിനീയറിംഗ് അസിസ്റ്റന്റ് ഇൻ PWD ആൻഡ് അസിസ്റ്റന്റ് എഞ്ചിനീയറിംഗ് PWD. അപ്പോൾ ഈ 3 എക്സാമിനേഷന് വേണ്ടിയിട്ടും പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ഞാൻ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓപ്പറേഷണൽ ആംപ്ലിഫയർ ഓർ ഓപ്പാമ്പിലിൻ്റെ ഒരു ആപ്ലിക്കേഷനാണ് നമ്മൾ ഇന്നിവിടെ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ആപ്ലിക്കേഷൻ എന്ന് പറയുമ്പം ലീനിയർ ആപ്ലിക്കേഷനും ഉണ്ട്, നോൺ ലീനിയർ ആപ്ലിക്കേഷൻസും ഉണ്ട്. ഇതിനകത്ത് നമ്മൾ ഇന്ന് ഫോക്കസ് ചെയ്യാൻ പോകുന്ന ഒരു നോൺ ലീനിയർ ആപ്ലിക്കേഷൻ തന്നെയാണ്. ഓക്കെ, സോ ലോഗ് ആൻഡ് ആൻറ്റിലോഗ് ഓപ്പറേഷനാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പം ലോഗറിതമിക് ആംപ്ലിഫയർ ഓർ ലോഗ് ആംപ്ലിഫയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ടിൻ്റെ ലോഗറിതം എടുത്തിട്ട് അതിൻ്റെ പ്രപ്പോർഷണൽ ആയിട്ടൊരു ഔട്ട്പുട്ടാണ് നമുക്ക് തരുന്നത്. ആൻഡ് ദാറ്റ് ഈസ് വാട്ട് ഇറ്റ് ഈസ് മെൻഷൻഡ്. ലോഗറിതമിക് ആംപ്ലിഫയർ ഓർ ലോഗ് ആംപ്ലിഫയർ ഇറ്റ് ഗീവ്സ് ആൻ ഔട്ട്പുട്ട് ദാറ്റ് ഈസ് പ്രപ്പോർഷണൽ ടു ദ ലോഗറിതം ഓഫ് അപ്ലൈഡ് ഇൻപുട്ട്. ഓക്കെ, ഈ ലോഗറിതം ആംപ്ലിഫയറിൻ്റെ സർക്യൂട്ട് ഡയഗ്രമാണ് ഞാനിവിടെ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ സാധാരണ വരയ്ക്കുന്നത് പോലെ തന്നെ ഓപ്പറേഷണൽ ആംപ്ലിഫയർ ഉണ്ട്, ഓപ്പാമ്പ് വരയ്ക്കുക. അതിന് 2 ടെർമിനൽ ഉണ്ട്, ദാറ്റ് ഈസ് ദ ഇൻവേർട്ടിംഗ് ആൻഡ് നോൺ ഇൻവേർട്ടിംഗ് ടെർമിനൽ. ഇവിടെ നോൺ ഇൻവേർട്ടിംഗ് ടെർമിനൽ അല്ലെങ്കിൽ ആ പോസിറ്റീവ് ടെർമിനൽ നമ്മൾ ഗ്രൗണ്ട് ചെയ്തിട്ടുണ്ട്. ആൻഡ് ദ ഇൻപുട്ട് ഈസ് അപ്ലൈഡ് ടു ടു ദ ഇൻവേർട്ടിംഗ് ടെർമിനലിലേക്കാണ് നമ്മൾ ഇൻപുട്ട് അപ്ലൈ ചെയ്തിരിക്കുന്നത്. ഇനി ഇവിടെ ഫീഡ്ബാക്ക് പാത്ത് നോക്കിക്കേ. ഫീഡ്ബാക്ക് പാത്തിൽ നമ്മളൊരു ഡയോഡാണ് ഇവിടെ പ്ലേസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇനി ഇതിൻ്റെ അനാലിസിസിലേക്ക് നമുക്ക് പോകാം. അപ്പോൾ ഫീഡ്ബാക്ക് പാത്തിൽ യൂസ് ചെയ്തിരിക്കുന്ന ഡയോഡ് കറണ്ട് ഇക്വേഷനാണ് നമ്മൾ ആദ്യം ഇവിടെ മെൻഷൻ ചെയ്തിരിക്കുന്നത്. അപ്പം ഡയോഡ് കറണ്ട് ഇക്വേഷൻ ദാറ്റ് ഈസ് ID, കറണ്ട് ത്രൂ ദ ഡയോഡ്. ID ഈസ് ഗിവൺ ആസ് what is the equation? IS into e⁻⁴ by 𝜂VT ആണ്. ആൻഡ് IS എന്ന് പറയുന്നത് സാച്ചുറേഷൻ കറണ്ട് ആണ്. VD എന്ന് പറയുന്നത് ആ ഡയോഡിന് അക്രോസ് ഉള്ള വോൾട്ടേജ് ആണ്. ദാറ്റ് മീൻസ് ഇത് പോസിറ്റീവ് ഇത് നെഗറ്റീവ് ആണെങ്കിൽ ആ വോൾട്ടേജ് അക്രോസ് ദ ഡയോഡാണ് എന്തെന്ന് പറയുന്നത് VD എന്ന് പറയുന്നത്. ഈറ്റ എന്ന് പറയുന്നത് ഈ ഇക്വേഷനിൽ പറഞ്ഞിരിക്കുക ഈറ്റ എന്ന് പറയുന്നത് എന്താണ്? ഐഡിയലിറ്റി ഫാക്ടറാണ്. ആൻഡ് നോർമലി ഇറ്റ് ഈസ് ടേക്കൺ ആസ് 1 ഫോർ ദീസ് സിലിക്കൺ ഡയോഡ്സ്. ആൻഡ് ദെൻ അടുത്തൊരു കോൺസ്റ്റന്റ് എന്ന് പറയുന്നത് VT ആണ്. written as like this. ഈ VT എന്ന് പറയുന്നത് തെർമൽ വോൾട്ടേജ് ആണ്. ആൻഡ് ദി ഇക്വേഷൻ ഈസ് VT is equal to KT by Q. ആൻഡ് നോർമലി ഇറ്റ് ഈസ് ടേക്കൺ ആസ് 26 മില്ലി വോൾട്ട് ഓർ ചില ടെക്സ്റ്റിലൊക്കെ 25 മില്ലി വോൾട്ട് എന്ന് പറയും. അതാണ് അറ്റ് റൂം ടെമ്പറേച്ചറിൽ നമ്മൾ എടുക്കുന്ന ഇതിൻ്റെ വാല്യൂ. ഓക്കെ, ഇനി ഈ സർക്യൂട്ടിലേക്ക് നോക്കുവാണെങ്കിൽ നമ്മളിവിടെ ഈ കറണ്ട്സ് നമുക്ക് മാർക്ക് ചെയ്യണം ആ ഒരു അനാലിസിസിന് വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ ഈ ഇൻപുട്ടിലേക്ക് ഫ്ലോ ചെയ്യുന്ന ഈ കറണ്ടിനെ ഞാൻ I1 എന്ന് മാർക്ക് ചെയ്യുവാണ്. ഓക്കെ, ആൻഡ് ഈ കറണ്ട് മാത്രമല്ല നമ്മുടെ ഡയോഡിൽ കൂടിയും ഒരു കറണ്ട് ഇവിടെ ഫ്ലോ ചെയ്യും. ആൻഡ് ദാറ്റ് കറണ്ട് ഈസ് മാർക്ക് ലൈക്ക് ദിസ്. ഓക്കെ, നൗ വാട്ട് ഈസ് കറണ്ട്? കറണ്ട് എന്ന് പറഞ്ഞാൽ എന്താ? വോൾട്ടേജ് ബൈ റെസിസ്റ്റൻസ്. അപ്പോൾ ഇൻപുട്ട് കറണ്ട് I1നെ എനിക്ക് എങ്ങനെ എഴുതാം? I1 ഈസ് ഈക്വൽ ടു ഇൻപുട്ട് വോൾട്ടേജ് ഡിവൈഡഡ് ബൈ ദാറ്റ് ഇൻപുട്ട് റെസിസ്റ്റൻസ് R1. അതാണ് നമ്മൾ ഇവിടെ എഴുതിയിരിക്കുന്ന ഇക്വേഷൻ. നൗ കറണ്ട് ത്രൂ ദ ഡയോഡിനെ ഞാൻ ID എന്ന് മാർക്ക് ചെയ്യുവാണ്. കറണ്ട് ത്രൂ ദ ഡയോഡ് ഈസ് മാർക്ക്ഡ് ആസ് ID. ഇനി വെർച്വൽ ഗ്രൗണ്ട് കൺസെപ്റ്റ് വെച്ച് നമുക്ക് എന്ത് പറയാം? വോൾട്ടേജ് അറ്റ് ദിസ് നോഡ്. ഓക്കെ, ഈ നോഡിനെ B എന്ന് മാർക്ക് ചെയ്യുവാണെങ്കിൽ വോൾട്ടേജ് അറ്റ് ദാറ്റ് നോഡ് എന്ന് പറയുന്നത് ഗ്രൗണ്ട് ആണ്. B ഈസ് കണക്റ്റഡ് ടു വെയർ? ഗ്രൗണ്ട്. സോ വോൾട്ടേജ് അറ്റ് B എന്ന് പറയുന്നത് 0 വോൾട്ട് ആണ്. ആൻഡ് ബൈ വെർച്വൽ ഗ്രൗണ്ട് കൺസെപ്റ്റ് what we can say, ഇത് നോഡ് A ആണെങ്കിൽ if this is node A, voltage at node A will also be equal to 0 volt. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മളിനി കറണ്ട് ഇക്വേഷൻ അല്ലെങ്കിൽ ആ ഒരു നോഡ് എയിൽ നമ്മൾ KCL അപ്ലൈ ചെയ്യുവാണ്. KCL അപ്ലൈ ചെയ്യുമ്പോൾ എന്താണ്? ഈ ടോട്ടൽ കറണ്ട് I1 അല്ലെങ്കിൽ ആ ഒരു ഇൻപുട്ട് കറണ്ട് I1 എന്ന് പറയുന്നത് നമുക്ക് എന്തായിട്ട് ഇക്വേറ്റ് ചെയ്യാം? ID ആയിട്ട് നമുക്ക് ഇക്വേറ്റ് ചെയ്യാം. ബിക്കോസ് ഈ ഡയോഡിൻ്റെ ഇൻപുട്ട് ടെർമിനലിലേക്ക് കറണ്ട് ഫ്ലോ ചെയ്യില്ല. സോ ഈ ഇൻപുട്ട് കറണ്ട് I1 എന്ന് പറയുന്നത് ഇറ്റ് വിൽ ബി ഈക്വൽ ടു വാട്ട്? ദ ഡയോഡ് കറണ്ട് ID ആണ്. അപ്പം നമ്മളിപ്പോൾ ഈ എഴുതിയ 2 ഇക്വേഷനും ദാറ്റ് ഈസ് ഇൻപുട്ട് കറണ്ടിൻ്റെ ഇക്വേഷനും എഴുതി, പിന്നെന്താണ് ഡയോഡ് കറണ്ടിൻ്റെ ഇക്വേഷനും എഴുതി. ഇത് രണ്ടും നമുക്ക് എന്ത് ഇക്വേറ്റ് ചെയ്യാം? ആ ഇക്വേറ്റ് ചെയ്തിട്ടുള്ള ഇക്വേഷനാണ് ഞാനിവിടെ എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഇക്വേറ്റ് ചെയ്യുമ്പം ഇൻപുട്ട് കറണ്ട് VI by R1 ഇസ് ഈക്വൽ ടു ദ ഡയോഡ് കറണ്ട് ദാറ്റ് ഈസ് IS ഇൻറ്റു e⁻⁴ by 𝜂VT എന്ന് നമുക്ക് കിട്ടും. ഇനി അടുത്ത് നമ്മൾ ഇതേ സർക്യൂട്ടിൽ തന്നെ KVL അപ്ലൈ ചെയ്യുവാണ്. ഇതേ സർക്യൂട്ടിൽ തന്നെ KVL അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾക്കറിയാം ഇവിടെയുള്ള ഡയോഡിന് അക്രോസ് ഉള്ള വോൾട്ടേജ് എന്താണ്? VD ആണ് അല്ലേ? ഔട്ട്പുട്ടിലുള്ള വോൾട്ടേജ് എന്താണ്? V0 ആണ്. സോ ഈ ഒരു ലൂപ്പിലേക്ക് നമ്മൾ
KVL അപ്ലൈ ചെയ്യുവാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? വി വിൽ ഗെറ്റ് VD ഇസ് ഈക്വൽ ടു -V0 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ നമ്മളിനി ചെയ്യാൻ പോകുന്നത് നമ്മൾ പ്രീവിയസ് എഴുതിയ ഈ ഇക്വേഷനകത്ത് VDക്ക് നമ്മൾ എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം? ഈ V0 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം, ഓർ -V0 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത ഇക്വേഷനാണിത്. ഇത് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ എന്താണ്, നമ്മൾ ഇതിനെ ഒന്ന് റീഅറേഞ്ച് ചെയ്യാണ് നെക്സ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ റീഅറേഞ്ചിങ് ദിസ് ഗിവൺ ഇക്വേഷൻ എങ്ങനെയാണ്? ഈ എക്സ്പൊണൻഷ്യൽ ടേം നമ്മൾ ഒരുമിച്ച് ഒരിടത്തേക്ക് എഴുതി, ദാറ്റ് ഈസ് e⁻⁻⁻⁡VT എന്ന് പറഞ്ഞ് ഒരിടത്ത് എഴുതി, ആൻഡ് ബ്രിങ്ങിങ് അതർ ടേംസ് ടു നെക്സ്റ്റ് സൈഡ്. അപ്പം V ഇൻപുട്ട് ബൈ IS ഇൻറ്റു R1 എന്നും എഴുതി. ഓക്കെ, ഇനി എക്സ്പൊണൻഷ്യൽ മാറ്റാനായിട്ട് നമ്മൾ രണ്ട് സൈഡിലും എന്തെടുക്കും? നാച്ചുറൽ ലോഗ് എടുക്കും, ദാറ്റ് ഈസ് LN, നാച്ചുറൽ ലോഗ് എടുക്കും. നാച്ചുറൽ ലോഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണത്? ലോഗറിതമിക് ലോഗാണ്, ലോഗ് ടു ദ ബേസ് E ആണ് എന്ത്? നാച്ചുറൽ ലോഗ് എന്ന് പറഞ്ഞാൽ. സോ വി ടേക്ക് LN ഓൺ ബോത്ത് സൈഡ്. നാച്ചുറൽ ലോഗ് എടുത്തു കഴിയുമ്പോഴാണ് നമുക്ക് ഈ ഇക്വേഷൻ കിട്ടുന്നത്. ഈ ഇക്വേഷനിൽ നിന്ന് എഗെയിൻ നമ്മളൊന്ന് റീറൈറ്റ് ചെയ്ത് നമ്മൾ എന്താണ് ഔട്ട്പുട്ട് വോൾട്ടേജ് എന്ന് എഴുതുവാണ്. സോ ഔട്ട്പുട്ട് വോൾട്ടേജ് ഇസ് ഈക്വൽ ടു ദിസ് -η/VT, ഈ ഒരു സൈഡിലേക്ക് പോകും. അങ്ങനെയാണ് നമുക്ക് ഈ ഒരു ഇക്വേഷൻ കിട്ടുന്നത്. Okay, V0 output voltage is equal to -η/VT times ln VI by R1 into IS എന്ന് കിട്ടും. From this ഈ ഒരു ഇക്വേഷൻ നമുക്ക് ഓൾട്ടർനേറ്റ് ആയിട്ട് ഞാൻ താഴെ എഴുതിയത് എഴുതാം. ആ നെഗറ്റീവ് ടേം, ആ ഒരു നെഗറ്റീവ് സൈൻ മാറാനായിട്ട് നമ്മൾ ഈ കിടക്കുന്ന ഫ്രാക്ഷനെ നമ്മളൊന്ന് ഷിഫ്റ്റ്, ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും ഒന്ന് മാറ്റി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് അവർ നെഗറ്റീവ് മാറും. അതാണ് ഇതിനകത്തുനിന്ന് കാണിച്ചിരിക്കുന്നത്. പക്ഷേ ഇതിനകത്തുനിന്നുള്ള ഇമ്പോർട്ടൻറ്റ് കൺക്ലൂഷൻ എന്താണെന്ന് അറിയാവോ? ഇതിനകത്തുനിന്ന് നമുക്ക് പറയാം ഔട്ട്പുട്ട് വോൾട്ടേജ് എന്തിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്? ഓക്കെ, വി ക്യാൻ സേ ഇറ്റ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു LN ഓഫ് VI. പക്ഷേ ഈ VIക്ക് മുന്നിലായിട്ട് കുറച്ച് കോൺസ്റ്റൻസ് ഒക്കെ ഉണ്ട് അല്ലേ? R1 എന്ന് പറഞ്ഞ ഇൻപുട്ട് റെസിസ്റ്റൻസ് ഉണ്ട്, അതുപോലെ തന്നെ സാച്ചുറേഷൻ കറണ്ട് IS, സാച്ചുറേഷൻ കറണ്ട് ഉണ്ട്. അപ്പോൾ അതിനെയെല്ലാം നമ്മളൊരു പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ് K വെച്ച് നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം. ഇൻ ജനറൽ നമുക്ക് ഇങ്ങനെ പറയാം. സോ നമുക്കിവിടെ എന്താണ് കിട്ടുന്നത്? ഔട്ട്പുട്ട് വോൾട്ടേജ് വി ആർ ഗെറ്റിംഗ് ഇറ്റ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു വാട്ട്? natural log of the input, or we can say output voltage എന്ന് പറയുന്നത് directly proportional to എന്താണ്? log of the input എന്നും പറയാം. because after all natural log എന്ന് പറഞ്ഞാൽ എന്താണ്? log to the base E ആണ്. ഓക്കെ, ഇതാണ് ലോഗറിതമിക് ആംപ്ലിഫയർ. ഓക്കെ, ആ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഇൻപുട്ടിൻ്റെ ലോഗറിതത്തിന് പ്രൊപ്പോർഷണൽ ആയിട്ട് നമുക്ക് കിട്ടി. ശരിക്കും ഈ ലോഗറിതമിക് ആംപ്ലിഫയർ യൂസ് ചെയ്യുന്നത് സിഗ്നൽ കംപ്രഷന് വേണ്ടിയിട്ടാണ്. അതായത് നോർമലി നമ്മൾ ഇൻപുട്ടിൽ കൊടുക്കുന്ന ഈ ഒരു വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ ഒരു നല്ലൊരു റേഞ്ച്, അല്ലെങ്കിൽ അതിൻ്റെ ഡൈനാമിക് റേഞ്ച് എന്ന് പറഞ്ഞാൽ ഒരു ഡൈനാമിക് റേഞ്ച് ഹൈ ആയിട്ടുള്ള ഒരു സിഗ്നലാണ് നമ്മൾ ഇൻപുട്ടിൽ കൊടുക്കുന്നത്. ഓക്കെ, ഹൈലി വേരിയിങ് ആയിട്ടുള്ള ഒരു സിഗ്നൽ ആയിരിക്കും. അപ്പോൾ ഈ സിഗ്നലിനെ നമുക്ക് പല ആപ്ലിക്കേഷനും നമുക്ക് കംപ്രസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ കംപ്രസ് ചെയ്ത് ആ ഒരു ഡൈനാമിക് റേഞ്ചിനെ ഒരു ലോ റേഞ്ചിലേക്ക് നമുക്ക് മാറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ ലോഗറിതമിക് ആംപ്ലിഫയറിലേക്ക് കൊടുക്കും. അപ്പോൾ ലോഗറിതമിക് ആംപ്ലിഫയർ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിഗ്നലിൻ്റെ കംപ്രഷനാണ് ലോഗറിതമിക് ആംപ്ലിഫയർ ചെയ്യുന്നത്. ഓക്കെ, അത് പലപ്പോഴും ചോദിച്ചിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ തന്നെയാണ് പരീക്ഷകൾക്കൊക്കെ. അപ്പോൾ ദിസ് ഈസ് ദ അനാലിസിസ് ഓഫ് ലോഗറിതമിക് ആംപ്ലിഫയർ. നൗ വി വിൽ മൂവ് ഓൺ ടു ആൻറ്റിലോഗ് ആംപ്ലിഫയർ. അപ്പം ആൻറ്റിലോഗ് എടുക്കാമെന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങൾ എക്സ് എന്ന് പറഞ്ഞ ഒരു ഇൻപുട്ടാണ് കൊടുക്കുന്നതെങ്കിൽ അതിൻ്റെ ആൻറ്റിലോഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? e⁻x ആണ് ആൻറ്റിലോഗ്. അതേ കൺസെപ്റ്റാണ് നമ്മൾ ഇവിടെയും കൊണ്ടുവന്നിരിക്കുന്നത്. നോക്കി, എന്താണ് വ്യത്യാസം എന്ന് നോക്കിക്കേ. സർക്യൂട്ടിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ നമ്മൾ ലോഗ് ആംപ്ലിഫയറിനകത്ത് വി കണക്റ്റഡ് എ ഡയോഡ് ഇൻ ദ ഫീഡ്ബാക്ക് പാത്ത് അല്ലേ? ഇവിടെ നമ്മൾ എന്താ ചെയ്യുന്നത്? ഡയോഡിനെ നമ്മൾ ആ ഇൻപുട്ട് പാത്തിലേക്ക് കൊണ്ടുവരുന്നു. കണ്ട, ഫീഡ്ബാക്ക് പാത്തിൽ നമ്മൾ റെസിസ്റ്റർ വെച്ചിരിക്കുന്നു. എന്നിട്ട് മറ്റതുപോലെ തന്നെ ആ ഒരു നോൺ ഇൻവേർട്ടിംഗ് ടെർമിനൽ നമ്മൾ ഗ്രൗണ്ട് ചെയ്തിട്ടുണ്ട്. ഇൻവേർട്ടിംഗ് ടെർമിനലിലേക്കാണ് നമ്മൾ ഇൻപുട്ട് VI അപ്ലൈ ചെയ്യുന്നത്. ഓക്കെ, നൗ ദ കറണ്ട് ത്രൂ ദ റെസിസ്റ്റർ ആൻഡ് കറണ്ട് ത്രൂ ദ ഡയോഡും ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ദാറ്റ് ഈസ് ID ആൻഡ് I2 അതും മാർക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ, നൗ നമ്മൾ ആ ഒരു അനാലിസിസിലേക്ക് പോവുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ മുമ്പേ എഴുതിയതുപോലെ തന്നെ എന്താണ്? ആ ഡയോഡ് കറണ്ട് ഇക്വേഷൻ ഇവിടെയും എഴുതി. ID is equal to IS into e⁻V by 𝜂VT. Okay, eta again taken as 1. Questionil പറഞ്ഞിട്ടില്ലെങ്കിൽ നോർമലി ഇറ്റ് വിൽ ബി ടേക്കൺ ആസ് വാട്ട് 1 എന്ന് നമ്മൾ എഴുതും. ഓക്കെ, പിന്നെ ഇവിടുത്തെ ഈ നോഡ് വോൾട്ടേജ് എന്താണ്? ഈ നോഡ് B ആണെങ്കിൽ വോൾട്ടേജ് അറ്റ് നോഡ് B 0 ആണ് അല്ലേ? Now again if you apply virtual ground concept, what is the voltage at this node A? VAയിലുള്ള വോൾട്ടേജും എന്തായിരിക്കും? 0 ആയിരിക്കും. അത് മാത്രമല്ല നമ്മുടെ നമ്മുടെ ഓപ്പാമ്പിനകത്ത് ആ ഇൻപുട്ട് ടെർമിനലിലേക്ക് ഫ്ലോ ചെയ്യുന്ന കറണ്ട് 0 ആയിരിക്കും. ഓക്കെ, ഇറ്റ് ഡ്രോസ് നോ കറണ്ട്. ഇൻപുട്ട് ടെർമിനൽ ഡ്രോസ് നോ കറണ്ട് ആണ്. ഇതിൻ്റെ ഉള്ളിലേക്ക് ഫ്ലോ ചെയ്യുന്ന കറണ്ട് 0 ആയിരിക്കും. അതായത് ഇതിലേക്ക് കൂടി ഫ്ലോ ചെയ്യുന്ന ഫുൾ കറണ്ടും ഇറ്റ് വിൽ ഗോ ത്രൂ ദിസ് പാത്ത്. അതാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട മറ്റൊരു കൺസെപ്റ്റ്. ഓക്കെ, നൗ
ഡയോഡ് കറണ്ട് ഇക്വേഷൻ ഞാൻ പറഞ്ഞു. ഇനി നമുക്ക് ഔട്ട്പുട്ട് വോൾട്ടേജ് എങ്ങനെ എവിടെ എഴുതുന്നു നോക്കാം. സോ ആൻറ്റിലോഗ് ആംപ്ലിഫയറിൻ്റെ സർക്യൂട്ട് ഡയഗ്രമാണ് ഈ കാണുന്നത്. അപ്പോൾ ഇവിടെ മറ്റേനകത്തോട്ട് അതുപോലെ തന്നെ നമ്മുടെ ഇൻവെർട്ടിംഗ് ടെർമിനലും ഉണ്ട്, നോൺ ഇൻവെർട്ടിംഗ് ടെർമിനലും ഉണ്ട്. ഇതിനകത്ത് പോസിറ്റീവ് ടെർമിനൽ അല്ലെങ്കിൽ നോൺ ഇൻവെർട്ടിംഗ് ടെർമിനൽ നമ്മൾ ഗ്രൗണ്ട് ചെയ്തിട്ടുണ്ട്. ആൻഡ് ദ ഇൻപുട്ട് ഈസ് അപ്ലൈഡ് ടു വെയർ ടു ദ ഇൻവെർട്ടിംഗ് ടെർമിനൽ. അവിടെ നമ്മൾ ഡയോഡ് അവിടെ ഫീഡ്ബാക്ക് പാത്തിലും ഇവിടെ എന്താണ് ദഹി കാണിച്ചിരിക്കുന്ന പോലെ ഇൻപുട്ട് പാത്തിലുമാണ് ഡയോഡ് വെച്ചിരിക്കുന്നത്. ഓക്കെ, അഗെയിൻ വി ആർ റൈറ്റിംഗ് ദ സെയിം ഇക്വേഷൻ ഫോർ ഡയോഡ് കറണ്ട്, ദാറ്റ് ഈസ് ID. ദ ഇക്വേഷനാണ് നമ്മൾ എഴുതിയിരിക്കുന്നത്. IS × e⁻ ഇൻപുട്ട് വോൾട്ടേജ് ബൈ 𝜂/Vt. സെയിം കോൺസ്റ്റൻസ് തന്നെയാണ് നമ്മൾ ഇവിടെയും ഉപയോഗിക്കുന്നത്. ഇനി നമ്മൾ ചെയ്യുന്നത് ഈ ഒരു ലൂപ്പിൽ വി ആർ ഗോയിങ് ടു അപ്ലൈ KVL ഇൻ ദിസ് ലൂപ്പ്. അപ്പോൾ അവിടെ എന്താ കിട്ടുന്നത്? KVL അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും ഈ വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ 0 ആണ്. കാരണം എന്താ, ഈ നോഡിലെ വോൾട്ടേജ് B അറ്റ് നോഡ് വോൾട്ടേജ് VB എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0 ആണ്. അപ്പം വെർച്വൽ ഗ്രൗണ്ട് കൺസെപ്റ്റ് വെച്ച് നമുക്ക് ഈ ഒരു നോഡ് വോൾട്ടേജ് ഈ ഒരു നോഡ് A ആണെങ്കിൽ VAയിലുള്ള വോൾട്ടേജ് എന്തായിട്ട് എടുക്കാം? 0 ആയിട്ട് എടുക്കാം. ഓക്കെ, ഇനി ഇതിനകത്ത് നമ്മൾ KVL അപ്ലൈ ചെയ്യുവാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? ഔട്ട്പുട്ട് വോൾട്ടേജ് നമുക്ക് എന്ത് കിട്ടും? -I2 × R എന്ന് കിട്ടും. ഓക്കെ, നൗ വാട്ട് ഈസ് I2? ഈ ഓപ്പാമ്പിൻ്റെ ഇൻപുട്ട് ടെർമിനലിലേക്ക് കറണ്ട് ഒന്നും ഡ്രോ ചെയ്യത്തില്ല. ഇൻപുട്ട് ടെർമിനലിലേക്ക് ഡ്രോ ചെയ്യുന്ന കറണ്ട് എന്ന് പറഞ്ഞാൽ 0 ആംപിയർ ആയിരിക്കും. ഓക്കെ, സോ വാട്ട് എവർ കറണ്ട് ഫ്ലോയിങ് ത്രൂ ദ ഡയോഡ് വിൽ ഫ്ലോ ത്രൂ ദിസ് റെസിസ്റ്റർ ഓൾസോ. അപ്പോൾ നമുക്ക് പറയാം ഈ ഡയോഡ് കറണ്ട് ID എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ആക്ച്വലി ഈക്വൽ ടു ദിസ് കറണ്ട് I2 എന്ന് നമുക്ക് പറയാം. അപ്പോൾ KVL നമ്മൾ അപ്ലൈ ചെയ്ത് കിട്ടുന്ന ഈ ഇക്വേഷനകത്ത് I2ന് പകരം നമുക്ക് എന്ത് വെച്ച് റീപ്ലേസ് ചെയ്യാം? ID വെച്ചിട്ട് റീപ്ലേസ് ചെയ്യാം. ഓക്കെ, അങ്ങനെ കിട്ടിയ ഇക്വേഷനാണ് ഇത്. ഔട്ട്പുട്ട് വോൾട്ടേജ് ഈസ് ഈക്വൽ ടു -ID × R. നൗ യു സബ്സ്റ്റിറ്റ്യൂട്ട് ദ ഇക്വേഷൻ ഫോർ ID ഇൻടു ദിസ്. ഇതെടുത്ത് നമ്മൾ ഇവിടേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. സോ വി വിൽ ഗെറ്റ് ദിസ് ഇക്വേഷൻ. ഇനി എന്താ നമ്മൾ ചെയ്തിരിക്കുന്നതെന്ന് നോക്കിയേ. അപ്പോൾ ഇതിനകത്തുനിന്ന് വാട്ട് യു ആർ ഗെറ്റിംഗ്? ഔട്ട്പുട്ട് വോൾട്ടേജ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു എന്താ കിട്ടുന്നത്? e⁻⁴ ബൈ സം കോൺസ്റ്റന്റ് 𝜂/Vt എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ഔട്ട്പുട്ട് വോൾട്ടേജ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു e⁻⁴ ബൈ or k × VA എന്ന് നമുക്ക് പറയാം. ഇതെന്താണ്? ഇത് ആൻറ്റിലോഗ് ആണ് അല്ലേ? ബിക്കോസ് X എന്ന് പറഞ്ഞ ഒരു ഇൻപുട്ട് കൊടുക്കുകയാണെങ്കിൽ അതിൻ്റെ ആൻറ്റിലോഗ് എന്ന് പറഞ്ഞാൽ e⁻x ആണ്. അപ്പോൾ ഇവിടെയും നമുക്ക് കിട്ടുന്നത് എന്താണ്? ഔട്ട്പുട്ട് വോൾട്ടേജ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു e⁻ ഓഫ് ദാറ്റ് ഇൻപുട്ട് വോൾട്ടേജ് ആണ്. സോ ഇറ്റ് ഈസ് എ ആൻറ്റിലോഗ് ആംപ്ലിഫയർ. ഇനി ഇതേ ലോഗ് ആംപ്ലിഫയറും ആൻറ്റിലോഗ് ആംപ്ലിഫയറിലും നമ്മൾ ഇപ്പോൾ യൂസ് ചെയ്തിരിക്കുന്നത് ഡയോഡ് അല്ലേ? നമുക്ക് ഡയോഡിന് പകരം എന്ത്? ട്രാൻസിസ്റ്റേഴ്സ് വെച്ച് നമുക്ക് ഇതേ സർക്യൂട്ടുകൾ നമുക്ക് മോഡിഫൈ ചെയ്യാൻ പറ്റും. അതാണ് നമ്മൾ പഠിക്കുന്നത്. സോ ലോഗ് ആംപ്ലിഫയർ തന്നെ, ലോഗ് ആംപ്ലിഫയറിൽ ഇൻസ്റ്റെഡ് ഓഫ് ഡയോഡ് വി ആർ ഗോയിങ് ടു ഇംപ്ലിമെൻറ്റ് ദ സർക്യൂട്ട് യൂസിങ് എ ട്രാൻസിസ്റ്റർ. അപ്പോൾ ഡയോഡ് ആയിരുന്നു നേരത്തെ ഫീഡ്ബാക്ക് പാത്തിൽ. ഇവിടെ ഇപ്പോൾ അതിന് പകരം എന്താണ് നോക്കിക്കേ, ഈ ഒരു NPN ട്രാൻസിസ്റ്ററാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. കണ്ടോ, NPN ട്രാൻസിസ്റ്ററിൻ്റെ അകത്ത് രണ്ട് ഇത് മാത്രമേ ബേസ് ടെർമിനൽ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഗ്രൗണ്ടഡ്. ബേസിനെ നമ്മൾ ഗ്രൗണ്ട് ചെയ്താണ് വെച്ചിരിക്കുന്നത്. ആൻഡ് കളക്ടർ എമിറ്റർ ടെർമിനൽ ഇങ്ങനെ കണക്ട് ചെയ്തിട്ടുണ്ട്. എമിറ്റർ ഈസ് കണക്റ്റഡ് ടു കണ്ടോ ഔട്ട്പുട്ട് വോൾട്ടേജ്. അഗെയിൻ നമ്മൾ ഈ ഇൻപുട്ട് കറണ്ടിനെ ഞാൻ IR എന്ന് മാർക്ക് ചെയ്യാൻ പോവാണ്. IR. ഓക്കെ, ഇൻപുട്ട് കറണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? ശരിക്കും ഇൻപുട്ട് വോൾട്ടേജ് ബൈ റെസിസ്റ്റൻസ് ആണ്. അഗെയിൻ വെർച്വൽ ഗ്രൗണ്ട് കോൺസെപ്റ്റ് വെച്ചിട്ട് ഈ ഒരു നോഡിൽ ഗ്രൗണ്ടഡ് ആണ്. അപ്പോൾ ഈ നോഡ് വോൾട്ടേജ് 0ലാണ്. അഗെയിൻ ഈ നോഡ് വോൾട്ടേജ് വിൽ ഓൾസോ ബി അറ്റ് 0 വോൾട്ട് അല്ലേ, വെർച്വൽ ഗ്രൗണ്ട് കൺസെപ്റ്റ് വെച്ച്. പിന്നെ നമുക്ക് പറയാനുള്ള കാര്യം എന്താണ്? ഓപ്പാമ്പ് ഇറ്റ് ഡ്രോസ് നോ കറണ്ട് ഇൻ ടു ദ ഇൻപുട്ട് ടെർമിനൽ. അത് 0 ആംപിയർ കറണ്ടാണ്. അപ്പോൾ ഈ കറണ്ട് തന്നെയായിരിക്കും എന്ത്? ഇതിലേക്ക് കൂടി ഫ്ലോ ചെയ്യുന്ന കറണ്ട്. അവിടെ നമ്മൾ ഡയോഡ് ഇക്വേഷൻ എഴുതിയെങ്കിൽ ഇവിടെ നമ്മൾ BJTയുടെ കളക്ടർ കറണ്ടിൻ്റെ ഇക്വേഷനാണ് എഴുതുന്നത്. BJTയുടെ കളക്ടർ കറണ്ട് IC is given by this equation. IC is equal to IS into exponential VBE by VT. ഈറ്റ വരുന്നില്ല ബിക്കോസ് ഇൻ കേസ് ഓഫ് BJT വി ആർ നോട്ട് കൺസിഡറിങ് ഈറ്റ. അപ്പോൾ ഈ ഒരു ഇക്വേഷനാണ് നമുക്ക് കിട്ടുന്നത്. VBE എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? അതെന്ന് പറഞ്ഞാൽ ആ ബേസ് എമിറ്റർ വോൾട്ടേജ് ആണ് VBE എന്ന് പറഞ്ഞാൽ. ഈ ബേസും ഈ എമിറ്ററിനും അക്രോസ് ഉള്ള വോൾട്ടേജ് ആണ് എന്ത്? VBE എന്ന് പറഞ്ഞാൽ. സോ വി ഗോട്ട് ദ ഇക്വേഷൻ ഫോർ കളക്ടർ കറണ്ട് ഓൾസോ. അപ്പോൾ ഈ കളക്ടർ കറണ്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾ നോക്കിക്കുക, ഈ സർക്യൂട്ടിനകത്ത് ഇതാണ് നമ്മുടെ കളക്ടർ കറണ്ട്. ഓക്കെ, ദിസ് ഈസ് ദ കളക്ടർ കറണ്ട് ആൻഡ് ദിസ് ഈസ് IR. പക്ഷേ ഈ രണ്ട് കറണ്ടും എന്താണ്? സെയിം ആണ് അല്ലേ? ബിക്കോസ് ഇതിൻ്റെ ഇൻപുട്ടിലേക്ക് കറണ്ട് ഒന്നും ഫ്ലോ ചെയ്യുന്നില്ല. അപ്പോൾ ഇതിന് രണ്ടിനെ നമ്മൾ ഇക്വേറ്റ് ചെയ്യാൻ പറ്റും. ഈ ഇൻപുട്ട് കറണ്ട് IR ഇസ് ഈക്വൽ ടു IC ആൻഡ് ദെൻ ഇതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുവാണ്. IR എന്ന് പറഞ്ഞാൽ ഇൻപുട്ട് വോൾട്ടേജ് ബൈ റെസിസ്റ്റൻസ് ആൻഡ് വാട്ട് ഈസ് IC? ഇപ്പം നമ്മൾ പറഞ്ഞ ആ ഇക്വേഷൻ ദാറ്റ് ഈസ് IS ഇൻറ്റു e⁻ VBE by VT ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ഇനി നമ്മൾ ഇതിനകത്തുനിന്ന്
എന്താ ചെയ്യുന്നത്, വി ബി എ ഒന്ന് സോൾവ് ചെയ്തെടുക്കണം. അപ്പോൾ ആ ഒരു ഇ റൈസ് ടു ടേം എക്സ്പൊണൻഷ്യൽ മാറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ എഗെയിൻ എന്ത് ചെയ്യും, നമ്മൾ വി ടേക്ക് നാച്ചുറൽ ലോഗ് ഓൺ ബോത്ത് സൈഡ്. എൽ എൻ എടുക്കും. എൽ എൻ ഈസ് നത്തിങ് ബട്ട് ലോഗ് ടു ദ ബേസ് ഇ ആണ്. ആൻഡ് ദെൻ റീഅറേഞ്ചിങ് വി വിൽ ഗെറ്റ് ദ ഇക്വേഷൻ ഫോർ വി ബി ഇ ആസ് വി ടി എൽ എൻ ഇൻപുട്ട് വോൾട്ടേജ് ഡിവൈഡഡ് ബൈ ആർ ഇൻറ്റു ഐ എസ് എന്നാണ് നമുക്ക് കിട്ടുന്നത്. ഇനി നമുക്ക് കിട്ടേണ്ട മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ, നിങ്ങൾ ഈ സർക്യൂട്ടിലേക്ക് നോക്കിക്കേ. ഈ സർക്യൂട്ടിനകത്ത് വാട്ട് ഈസ് വി ബി ഇ, ഇതിൻ്റെ ബേസ് എമിറ്റർ വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ എന്താണ്, വി ബി ഇ ബേസ് എമിറ്റർ വോൾട്ടേജിനെ നമുക്ക് എങ്ങനെ എഴുതാം, വി ബി മൈനസ് വി ഇ എന്ന് എഴുതാം അല്ലേ. ഇവിടെ ബേസ് ഗ്രൗണ്ടഡ് അല്ലേ, അപ്പം വി ബി എന്ന് പറഞ്ഞാൽ എത്രയാണ്, 0 ആണ്. മൈനസ് വാട്ട് ഈസ് വി ഇ, ഇതിൻ്റെ എമിറ്റർ എവിടേക്കാണ് കണക്ട് ചെയ്തിരിക്കുന്നത്, ഔട്ട്പുട്ട് ടെർമിനലിലേക്കാണ് കണക്ട് ചെയ്യുന്നത്. അപ്പോൾ വി ഔട്ട് ഓർ വി നോട്ട് എന്നും റെപ്രസെന്റ് ചെയ്യാം കേട്ടോ. അപ്പം ഈ വി എമിറ്റർ വോൾട്ടേജിനെ എന്ത് റെപ്രസെന്റ് ചെയ്യാം, വി നോട്ട് സെയിം ആസ് വി ഔട്ട് അല്ലേ, ബിക്കോസ് എമിറ്റർ ടെർമിനൽ ഔട്ട്പുട്ട് നോഡിലേക്ക് തന്നെയാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എമിറ്റർ വോൾട്ടേജ് എന്തിന് ഈക്വലൻ്റ് ആണ്, ഈ വി ഔട്ട് അല്ലെങ്കിൽ വി നോട്ടിന് ഈക്വലൻ്റ് ആണ്. സോ വി ബി ഇയെ നമുക്ക് എന്ത് പറയാൻ പറ്റും, വി ബി ഇ ഇസ് ഈക്വൽ ടു മൈനസ് വി നോട്ട് എന്ന് നമുക്ക് പറയാം. അപ്പോൾ ഈ ഒരു കൺസെപ്റ്റാണ് ഈ ഇക്വേഷനിൽ നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. വി ബി ഇക്ക് നമ്മൾ എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും, മൈനസ് ഇതേണ്ടേ വി ബിക്ക് നമ്മൾ മൈനസ് വി ഔട്ട് എന്നുള്ള അല്ലെങ്കിൽ വി ഔട്ട് ഓർ വി നോട്ട് എന്ന് പറഞ്ഞ ഇക്വേഷനകത്തേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ വി ക്യാൻ റീറൈറ്റ് ദ ഇക്വേഷൻ ഫോർ വി ബി ഇ ലൈക്ക് ദിസ്. വി ഔട്ട് ഈസ് ഈക്വൽ ടു മൈനസ് വി ടി എൽ എൻ വി ഇൻപുട്ട് ബൈ ആർ ഇൻറ്റു ഐ എസ് എന്ന് കിട്ടും. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എന്ത് എഴുതാം, വീണ്ടും നമുക്ക് പറയാം ഔട്ട്പുട്ട് വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ എന്തിന് പ്രപ്പോർഷണലാണ്, ലോഗരിതം ഓഫ് ഇൻപുട്ട് വോൾട്ടേജിന് പ്രപ്പോർഷണലാണ്. പിന്നെ ആ ആറും ഐ എസും ഒക്കെ ഫിക്സഡ് വാല്യൂ ഓഫ് റെസിസ്റ്റർ ആണ്. അതിന് നമ്മൾ പ്രപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ് വെച്ച് നമുക്ക് റെപ്രസെന്റ് ചെയ്യാം, കെ ടൈംസ് വി എന്ന് പറഞ്ഞ് നമുക്ക് റെപ്രസെന്റ് ചെയ്യാം. അപ്പോൾ ഇതിനകത്ത് ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത് ട്രാൻസിസ്റ്റർ ആണ്. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറയുന്നത്, സോ വി ഔട്ട് നമുക്ക് എന്ത് കിട്ടി, മൈനസ് വി ബി കിട്ടി. ഈ മൈനസ് വി ബിയുടെ വാല്യൂ നമ്മൾ ഇതിനകത്തേക്ക് കൊണ്ട് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ നമുക്ക് ഔട്ട്പുട്ട് വോൾട്ടേജിന്റെ ഇക്വേഷനെ എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം, ഔട്ട്പുട്ട് വോൾട്ടേജ് ക്യാൻ ബി റിട്ടൺ ആസ് മൈനസ് വി ടി എൽ എൻ വി ഇൻപുട്ട് ബൈ ആർ ഇൻറ്റു ഐ എസ് എന്ന് നമുക്ക് എഴുതാം. അപ്പോൾ ഈ ഇക്വേഷനിൽ നിന്ന് നമുക്ക് എന്ത് പറയാം, ഈസിലി നമുക്ക് കൺക്ലൂഡ് ചെയ്യാം ഔട്ട്പുട്ട് വോൾട്ടേജ് വി ഔട്ട് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു ലോഗരിതം ഓഫ് ഇൻപുട്ട് വോൾട്ടേജ് ആണ്, വി ഇൻ ആണ്. പക്ഷേ ഇവിടെ ഒരു ആറും ഐ എസും ഒക്കെ ഉണ്ട്. അപ്പോൾ അതിനെ നമ്മളൊരു പ്രപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ് കെ വെച്ച് റെപ്രസെന്റ് ചെയ്യുകയാണെങ്കിൽ വി ക്യാൻ സേ ഔട്ട്പുട്ട് വോൾട്ടേജ് വി ഔട്ട് ഇസ് ഈക്വൽ ടു ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു ലോഗരിതം ഓഫ് ഇൻപുട്ട് വോൾട്ടേജ് എന്ന് നമുക്ക് പറയാം. ഓക്കെ, നെക്സ്റ്റ് വി വിൽ മൂവ് ഓൺ ടു ആന്റിലോഗ് ആംപ്ലിഫയർ തന്നെയാണ്. പക്ഷേ ഇവിടെയും വീണ്ടും എന്താണ്, ട്രാൻസിസ്റ്റർ യൂസ് ചെയ്തിട്ടുള്ള ആന്റിലോഗ് ആംപ്ലിഫയർ ആണ്. ഓക്കെ, ലോഗ് ആംപ്ലിഫയറിൽ നമ്മൾ യൂസ് ചെയ്തത് എൻ പി എൻ ട്രാൻസിസ്റ്റർ ആണ്. ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് പി എൻ പി ട്രാൻസിസ്റ്റർ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഒരു പി എൻ ബി ട്രാൻസിസ്റ്ററിൻ്റെ കളക്ടർ കറണ്ടിൻ്റെ ഇക്വേഷനാണ് ഞാനിവിടെ എഴുതിയിരിക്കുന്നത്. ഐ സി ഇസ് ഈക്വൽ ടു ഐ എസ് എക്സ്പൊണൻഷ്യൽ വി ബി ഇ അല്ല വി ഇ ബി ബൈ വി ടി ആണ്. ഓക്കെ, ഇൻ കേസ് ഓഫ് എൻ പി എനിൽ നമ്മൾ വി ബി എന്ന് റെപ്രസെൻറ്റ് ചെയ്യും. ഹിയർ വി റെപ്രസെൻറ്റ് ഇറ്റ് ആസ് വി ഇ ബി എന്നാണ് കാണിച്ചിരിക്കുന്നത്. ഓക്കെ, നൗ ഈ വി എന്ന് പറഞ്ഞ വോൾട്ടേജിനെ എങ്ങനെ എഴുതാം, വി എക്സ് വൈനെ വി എക്സ് മൈനസ് വി വൈ എന്ന് എഴുതുന്നത് പോലെ തന്നെ വി ഇ ബി ക്യാൻ ബി റിട്ടൺ ആസ് വി ഇ മൈനസ് വി ബി. വാട്ട് ഈസ് വി ബി, ബേസ് എന്താണ്, ഗ്രൗണ്ട് ചെയ്തിരിക്കുകയാണ് അല്ലേ. അപ്പോൾ വി ബി എന്ന് പറയുന്നത് 0 ആണ്. ആൻഡ് വി ഇ എന്താണ്, എമിറ്റർ പിൻ നിങ്ങൾ നോക്കിക്കേ, എമിറ്റർ പിൻ എവിടേക്കാണ് കണക്ട് ചെയ്തിരിക്കുന്നത്, ഇൻപുട്ട് വോൾട്ടേജിലേക്ക് കണക്റ്റഡ് ആണല്ലേ. അപ്പോൾ നമുക്ക് പറയാം എമിറ്റർ വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ ഇൻപുട്ട് വോൾട്ടേജ് ആണ്. സോ ഈ ഇക്വേഷൻ എന്താകും, വി ഇൻ മൈനസ് വി ബി എന്താകും, 0 ആകും. ഓർ വി ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് വി ഇൻ. നൗ ഈ വി ഇ ബിക്ക് വി ഇൻ എന്ന് പറഞ്ഞത് നമ്മൾ ഈ ഇക്വേഷനിലേക്ക് കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവാണ്. അപ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് വി വിൽ ഗെറ്റ് ദിസ് ഇക്വേഷൻ ഐ സി ഇസ് ഈക്വൽ ടു ഐ എസ് എക്സ്പൊണൻഷ്യൽ വാട്ട് വി ഇൻ ബൈ വി ടി എന്ന് നമുക്ക് കിട്ടും. നൗ വാട്ട് ഈസ് ഐ സി, ഐ സി എന്ന് പറഞ്ഞാൽ എന്താണ്, നമുക്ക് ഇവിടെ തന്നെ കാണാം അല്ലേ. ഈ വി നോട്ട് ഓർ വി ഔട്ട് ഏതായാലും കുഴപ്പമില്ല കേട്ടോ. ഈ ഐ സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, മൈനസ് വി നോട്ട് ഓർ വി ഔട്ട് ബൈ ആർ ആണ് അല്ലേ. നൗ ഇനി എന്താ നമ്മൾ ചെയ്യുന്നത്, ഐ സി കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഇക്വേഷനുമായിട്ട് നമ്മൾ ഇക്വേറ്റ് ചെയ്യണം. അപ്പോൾ ഇക്വേറ്റ് ചെയ്യുമ്പോഴത്തേക്കും മൈനസ് വി ഔട്ട് ബൈ ആർ ഇസ് ഈക്വൽ ടു ഐ എസ് എക്സ്പൊണൻഷ്യൽ വി ഇൻ ബൈ വി ടി എന്ന് കിട്ടി. ഓർ ഫ്രം ദിസ് ഇക്വേഷൻ വി ക്യാൻ റൈറ്റ് വി ഔട്ട് ഇസ് ഈക്വൽ ടു മൈനസ് ദാറ്റ് ടൈം റീഅറേഞ്ച് ചെയ്ത് നമുക്ക് ഇങ്ങനെ എഴുതാം. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എന്താ കിട്ടുന്നത്, വി ഔട്ട് എന്ന് പറയുന്നത് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു എക്സ്പൊണൻഷ്യൽ ഓഫ് ഇൻപുട്ട് വോൾട്ടേജ് എന്ന് തന്നെയാണ് കിട്ടുന്നത് അല്ലേ. അപ്പം ഈ റേസ് ടു എന്ന് പറയുമ്പോഴത്തേക്ക് അതെന്താണ്, ആൻറ്റിലോഗാണ്, ഇൻപുട്ടിൻ്റെ ആൻറ്റിലോഗാണ് നമുക്ക് ഔട്ട്പുട്ട് വോൾട്ടേജിൽ കിട്ടുന്നത്. അപ്പം ഈ ആപ്ലിക്കേഷൻ, നോൺ ലീനിയർ ആപ്ലിക്കേഷൻ എല്ലാ എക്സാമിനും കോമൺ ആയിട്ട് നമ്മൾ പഠിക്കേണ്ട ഒരു ടോപ്പിക്കാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്ക് തന്നെയാണ്. പിന്നെ പഠിക്കുമ്പോൾ അനാലിസിസ് നമ്മൾ ചെയ്ത് തന്നെ പഠിക്കണം. അനാലിസിസ് ചെയ്ത് പഠിച്ചാൽ മാത്രമേ ഇതിൻ്റെ പ്രോബ്ലംസ് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ഈ ഡെറിവേഷൻ അനാലിസിസ് നിങ്ങളെ പഠിപ്പിച്ചു തന്നത്. അല്ലാതെ ഒരു ജസ്റ്റ് തിയറി മാത്രം നമുക്ക് പഠിച്ചിട്ട് പോയാൽ ഇത് ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യാനായിട്ടൊരു ബുദ്ധിമുട്ട് വരും.
അപ്പോൾ ഏണസ്റ്റ് അക്കാഡമി ഈ 3 പോസ്റ്റിൻ്റെയും കോഴ്സസ് ഓഫർ ചെയ്യുന്നുണ്ട്. ഈ കോഴ്സസ് ബണ്ടിലായിട്ടോ അല്ലെങ്കിൽ ഇൻഡിവിജ്വലോ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മുടെ ഈ കഴിഞ്ഞ ക്ലാസ്സിൻ്റെ ഈ വീഡിയോയിൽ ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ ഈ കോഴ്സിനെ പറ്റി എന്തെങ്കിലും ഗൈഡൻസ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിലോ ഏണസ്റ്റ് അക്കാഡമി അത് പ്രൊവൈഡ് ചെയ്യും. അപ്പോൾ എന്തെങ്കിലും എൻക്വയറി ഉണ്ടെങ്കിൽ താഴെ കാണുന്ന ആ ഗൂഗിൾ ഫോമിലോ അല്ലെങ്കിൽ ആ കോൺടാക്ട് നമ്പറിലേക്ക് നിങ്ങൾ ബന്ധപ്പെട്ടാൽ മതി. സോ നമുക്ക് അടുത്ത ക്ലാസ്സിൽ നമ്മൾ ഇന്ന് പഠിച്ച ഈ ടോപ്പിക്കിൻ്റെ MCQ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ബൈ.